Hi all, this is Reshma with Inspiring Depot. ഇതുവരെ ഒരു ഇന്റർവ്യൂ പ്രിപ്പറേഷനും നടത്താതെ ഇരിക്കുന്ന ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയത്. അപ്പൊ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോ നമ്മളിപ്പോ ഒരു പാനലിനെ ഇന്റർവ്യൂ പാനലിനെ അഭിമുഖീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതും കൂടി നമുക്കൊന്ന് പറയാം എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ നമ്മളൊരു ഇന്റർവ്യൂ പാനലിനെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള രീതിയിലുള്ള വസ്ത്രധാരണവും ആയിരിക്കണം നടത്തേണ്ടത്. ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. നമുക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള എന്താണ്? സാരി ആണെങ്കിൽ സാരി, ചുരിദാർ ആണെങ്കിൽ ചുരിദാർ, കുർത്തി ആണെങ്കിൽ കുർത്തി, എന്തായാലും അത് എന്താണ് വളരെ മോശമായതോ അല്ലാതെ ചിലപ്പോൾ കുറച്ചും കൂടി ഒരു ആഡംബരം കാണിക്കുന്നതോ ആയിട്ടുള്ളതോ ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാഷ്വൽ വെയർ ആണ് ഏറ്റവും നല്ലത്. ഓക്കെ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ കോൺഫിഡൻസിന് ഒരു പ്രാധാന്യമുണ്ട്. അതായത് ചിലപ്പോൾ ചോദിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ ഉത്തരങ്ങളും പറയാൻ സാധിച്ചില്ല എന്നുണ്ടാവാം. എങ്കിലും നിങ്ങൾ ആ ഒരു സന്ദർഭത്തിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് എന്ന് കൂടി അവർ പരിശോധിക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾക്കൊരു ചോദ്യം അറിയില്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് തന്നെ എനിക്ക് അറിയില്ല സർ, ഇത് എനിക്ക് കുറച്ച് കൺഫ്യൂസിങ് ആണ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് പാനലിന്റെ മുന്നിൽ അത് അവതരിപ്പിക്കാൻ പറ്റും. നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് മാർക്ക് സ്കോർ തരാൻ വേണ്ടിയിട്ടാണ് അവര് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. നമുക്ക് എത്രത്തോളം റിട്ടേൺ മാർക്കിന്റെ കൂടെ ഈ മാർക്കും കൂടി ആഡ് ചെയ്ത് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മളെ പോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പാനലാണത്. അപ്പൊ അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ നമുക്ക് വേണ്ടിയാണ് അവർ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ള ആ ഒരു രീതിയിൽ വേണം പോകാൻ. നമുക്ക് നോക്കാം നമ്മുടെ ബയോഡാറ്റയിലെ ഓരോ ചോദ്യത്തിൽ നിന്നും നമ്മുടെ ചോദ്യങ്ങളിലേക്ക് എങ്ങനെയാണ് ട്രിഗർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. അപ്പൊ ഒന്നാണ് നെയിം ആൻഡ് അഡ്രസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ അഡ്രസ് അല്ലെ, നമ്മുടെ അഡ്രസ്സിൽ നമ്മുടെ സ്ഥലം ഉണ്ടാവും അല്ലെ, പെർമനന്റ് അഡ്രസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ സ്ഥലം ഉണ്ടാവും അല്ലെ, താലൂക്ക് ഉണ്ടാവാം, ചിലപ്പോ പോസ്റ്റ് ഉണ്ടാവാം, പോസ്റ്റ് ഓഫീസ് ഉള്ള സ്ഥലം ഉണ്ടാവാം അല്ലെ, പിന്നെയോ സബ് ജില്ല ഉണ്ടാവാം, ചിലപ്പോ അല്ലെ ചില ഘട്ടത്തിൽ സബ് ജില്ല ഉണ്ടാവാം, ജില്ല ഉണ്ടാവാം. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോ എങ്ങനെയാണ് ഈ ഭാഗത്ത് നമ്മൾ ചോദ്യം ചോദിക്കുന്നത്? ഒന്ന്, ആ ഒരു പ്രദേശം, അത് താലൂക്കോ ജില്ലയോ എന്തോ ആവാം, ആ പ്രദേശത്തിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ, അതിന്റെ പേരിന് പ്രത്യേകതകളുണ്ടോ, ആ പ്രദേശത്തിന് എന്തെങ്കിലും ചരിത്രപരമായിട്ടുള്ള പ്രത്യേകതകളുണ്ടോ, ഏതെങ്കിലും നവോത്ഥാന നായകർ ജനിച്ചു വീണ സ്ഥലമാണോ, അവരുടെ പ്രവർത്തനങ്ങളോ സമരങ്ങളോ നടന്ന സ്ഥലമാണോ, പിന്നെ അതുപോലെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ ജനിച്ച സ്ഥലമാണോ, ആരെങ്കിലും അവിടെ താമസിക്കുന്നുണ്ടോ, MP ഉണ്ടോ, മന്ത്രിമാരുണ്ടോ, ആരൊക്കെയാണ് MLA മാര്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിട്ട് പോകണം. അതുപോലെ വേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ധാരണ നമുക്ക് വേണം കേട്ടോ. അതായത് നമ്മുടെ പെർമനന്റ് അഡ്രസ്സിലുള്ളത്, ഇനിയിപ്പോ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ, മറ്റൊരു വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ അവിടെയുള്ള പ്രദേശം, ജില്ല, ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഓക്കെ. ഇപ്പൊ എന്റെ ശരിയായ പ്രദേശം തലശ്ശേരിയിലെ കോടിയേരിയാണ്. അപ്പൊ എന്നോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്തായിരിക്കും? എപ്പോഴും എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ചിട്ടാണ്. വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രമുഖരുണ്ടോ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്കിപ്പോ പറയാം, നമ്മുടെ സ്പീക്കർ ആയിട്ടുള്ള എൻ ഷംസീർ സാർ എവിടെയാണ്? കോടിയേരിയിലാണ്, തലശ്ശേരിയിലാണ്. അപ്പൊ അത് വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ കോടിയേരിയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ഏതാണ്? മലബാർ ക്യാൻസർ സെന്റർ ഉണ്ട് അല്ലെ. അതുപോലെ കണ്ണൂരിന്റെയും മാഹിയുടെയും ഒക്കെ ബോർഡർ ഉൾപ്പെടുന്ന പ്രദേശങ്ങള്, ഈ കോടിയേരിയോട് തൊട്ടടുത്തുള്ള പ്രദേശങ്ങള്. ഓക്കെ. അങ്ങനെയുള്ള ഒരു ചെറിയ ധാരണകൾ. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം കോടിയേരിയെ പറ്റി അറിയാത്തവരായിരിക്കും ഇത് കാണുന്നുണ്ടാവുക. അതുപോലെ കോടിയേരിയിൽ ഉൾപ്പെടുന്ന തലശ്ശേരിയുടെ പ്രത്യേകത, തലക്കകത്തെ ചേരി എന്നാണ് തലശ്ശേരി അറിയപ്പെടുന്നത്. അതായത് താമസ സ്ഥലത്തിന്റെ തലഭാഗം എന്നുള്ള അർത്ഥത്തില് അവിടെ എന്തൊക്കെ പ്രത്യേകതകളുണ്ട് അല്ലെ. 3C, 3Cയുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത്. കേക്ക്, ക്രിക്കറ്റ്, സർക്കസ് അല്ലെ. സർക്കസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് കീലേരി കുഞ്ഞിക്കണ്ണൻ, കേരള സർക്കസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കീലേരി കുഞ്ഞിക്കണ്ണനെ പറ്റി ഓർക്കണം. അതുപോലെ വടക്കേ മലബാറിന്റെ തലസ്ഥാനമാണ് നമ്മുടെ തലശ്ശേരി ഉണ്ടായിരുന്നത്. ശ്രീനാരായണ ഗുരു ടെമ്പിൾ ഉണ്ട്. ഹെർമൻ ഗുണ്ടത്ത് ഇവിടെയുള്ള ഒരു സ്കൂളിലെ ട്യൂട്ടർ ആയിരുന്നു, BMP സ്കൂളിലെ ട്യൂട്ടർ ആയിരുന്നു. അതുപോലെ ഇവിടെ ആരൊക്കെയാണ്? MP, MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. അതുപോലെ വല്ല കലാകായിക പ്രവർത്തകരുണ്ടോ, സിനിമാ നടന്മാരുണ്ടോ, അങ്ങനെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. അപ്പൊ അതുപോലെ പിന്നെ തലശ്ശേരിയിലെ കിഴന്തിമുക്കിലാണ് കേരള ലളിതകലാ അക്കാദമി ഉള്ളത്, ആർട്ട് ഗാലറി ഉള്ളത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത്, ഇപ്പൊ സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്യാതെ മറ്റൊരു ജില്ലയിൽ എക്സാം അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അവരോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്യാതെ ഇങ്ങനെ ഒരു മറ്റൊരു ജില്ലയിൽ അപ്ലൈ ചെയ്തത് എന്നാണ്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പറയാം? നിങ്ങൾക്ക് ഇപ്പൊ നിലവിലുള്ള PSC സംവിധാനത്തെ കുറിച്ച്, നിലവിലുള്ള UPSP, LPSP നിയമനങ്ങളെ കുറിച്ചിട്ട് ബോധവാന്മാരാണ് എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ സംസാരിക്കേണ്ടത്. അതായത് ഞാൻ നോക്കുമ്പോൾ കുറച്ചും കൂടി നിയമന നില മെച്ചപ്പെട്ട് നിൽക്കുന്നത് ഇന്നേ സ്ഥലമാണ്, കൂടുതൽ അഡ്വൈസ് പോയിട്ടുള്ളത് ഇന്നേ ജില്ലയാണ് എന്നുള്ള രീതിയിലൊക്കെ പറയാം. ഇപ്പൊ ഞാൻ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, കണ്ണൂർ ജില്ലക്കാരിയാണ്.
കാസർഗോഡാണ് ഞാൻ എക്സാം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. എന്താണ് നിയമന നില കൂടുതലുള്ളത് എന്താണ്? കാസർഗോഡാണ്. ഇപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ അല്ലെ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലാണ് നിയമന നില കുറച്ചും കൂടി മുന്നിട്ട് നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. അപ്പൊ അങ്ങനെ നിങ്ങൾ എല്ലാവരും ഇപ്പൊ സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്യാത്തവരോടാണ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം, എന്തുകൊണ്ടാണ് നിങ്ങൾ അല്ലാതെ ചെയ്തത് എന്നതിനൊരു കാരണം കണ്ടെത്തണം. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ കാരണമാണ്, അതുപോലെ പറയാം. അതുപോലെ പിന്നെ എന്താണ് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളത്, നിങ്ങൾ അപ്ലൈ ചെയ്ത ജില്ല, ആ ജില്ലയുടെ പ്രത്യേകതയും കൂടി നിങ്ങൾ അറിയേണ്ടതാണ്. അപ്ലൈ ചെയ്ത ജില്ലയിൽ അല്ലെ, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ അവിടുത്തെ MP MLA മാരെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ കളക്ടറിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ജില്ലയിലും നിങ്ങൾ അപ്ലൈ ചെയ്ത ജില്ലയിലുള്ള കളക്ടർമാരെ കുറിച്ചിട്ട്, പോലീസ് മേധാവികളെ കുറിച്ചിട്ടൊക്കെ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മുടെ അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ബേസ് ചെയ്തിട്ട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് ഇപ്പോ എന്താണ് ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം, ഈ UPയും ഹൈസ്കൂളും പഠിപ്പിക്കുന്നതിനുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പിന്നീട് പറയാം കേട്ടോ, നമുക്കത് വിശദമായിട്ട് പറയാനുണ്ട്. അതുപോലെ എന്താണ് ഇപ്പൊ നിങ്ങളുടെ വിഷയം ഏതാണോ ആ വിഷയം അല്ലാതെ വേറെ ഏത് വിഷയം, ഇപ്പൊ UP ആണല്ലോ അല്ലെ, ഇപ്പൊ UPST എന്ന് പറയുമ്പോൾ LPST ആവുമ്പോൾ മൊത്തമായിട്ട് നമ്മൾ എല്ലാ സബ്ജക്റ്റും എടുക്കേണ്ടി വരും. UPST ആവുമ്പോൾ ഇതേപോലെ തന്നെയാണ്, നമുക്ക് കിട്ടുന്ന സബ്ജക്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളോട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ ഐച്ഛിക വിഷയമല്ലാതെ മറ്റൊരു വിഷയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഏതെടുക്കാനാണ് താല്പര്യപ്പെടുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ട് ആയിട്ടുള്ള ആ ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത്. അതുപോലെ നിങ്ങളുടെ പഠനകാലങ്ങളിൽ ആ വിഷയങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ, പാഠ്യേതര പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുകൂടി പരിശോധിച്ചുകൊണ്ട് വേണം നിങ്ങൾ ആ ഉത്തരം കൊടുക്കാൻ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വിഷയത്തിലല്ലാതെ ഒതുങ്ങി നിൽക്കാതെ നിങ്ങൾക്ക് മറ്റു വിഷയങ്ങളിൽ കൂടി അഭിരുചിയുണ്ട്, കഴിവുണ്ട് എന്നുള്ള രീതിയിലേക്കായിരിക്കണം നിങ്ങളുടെ ഉത്തരം പോകേണ്ടത്. അതുപോലെ നിങ്ങൾ പഠിച്ച കോളേജ്, സ്കൂളിന് വല്ല ചരിത്രം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അതുപോലെ കോളേജ് കാലത്തുള്ള ഏതെങ്കിലും പ്രോജക്റ്റ് അല്ലെ, നമ്മളൊക്കെ എന്താണ് ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് നമ്മുടെ കോളേജ് കാലത്ത് ചെയ്തിട്ടുണ്ടാവും. അത് UP ക്ലാസ്സുകളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം വരും. അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ശരിക്കും ചെയ്യാൻ പറ്റുമോ, നമുക്ക് അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വശം ചെയ്യാൻ പറ്റുമോ? സാധ്യത കുറവാണ് അല്ലെ. അപ്പൊ ഞാൻ ബോട്ടണിക്കാരിയാണ്, അപ്പൊ എനിക്ക് അതിന്റെ പ്രാക്ടിക്കൽ സൈഡ് അപ്ലൈ ചെയ്യാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. അപ്പൊ ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം, ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അത് പരിശോധിക്കണം. ഓക്കെ, ഇനി ആ കുട്ടികൾക്ക് ഏത് രീതിയിൽ കൊടുക്കാം, അത് സെമിനാർ ആയിട്ടോ അല്ലെ, ആ രീതിയിലൊക്കെയാണ് നമുക്ക് അതിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു സർവേ ആയിട്ടൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മുടെ പ്രോജക്റ്റ് UP ക്ലാസ്സുകളിൽ എത്രത്തോളം എന്താണ് അവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കണം. ഇനി അടുത്തൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളത് നമ്മുടെ കറന്റ് എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസും അതുപോലെ പ്രീവിയസ് ജോബ് എക്സ്പീരിയൻസ്, ഇതിനെ രണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത ചോദ്യം വരാൻ സാധ്യതയുള്ളത്. കറന്റ് എംപ്ലോയ്മെന്റ് പ്രീവിയസ് ജോബ് വെച്ചിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നിലവില് നിങ്ങൾ ചിലപ്പോൾ പ്രൈവറ്റ് സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്ന ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനത്തിൽ ടീച്ചറിന്റെ അല്ലാത്ത അല്ലെ, ആ പോസ്റ്റിൽ അല്ലാത്ത ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം. പിന്നെ എന്താണ് ചിലപ്പോൾ കോച്ചിങ് സെന്ററിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം. അപ്പോ അങ്ങനെയുള്ള നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് പ്രൈവറ്റ് ആയിട്ടുള്ള സ്കൂളുകളും ഗവൺമെന്റ് സ്കൂളുകളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആ ഒരു പ്രൈവറ്റ് മേഖലയിലുള്ള ജോലി ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് വരാൻ ശ്രമിക്കുന്നത്, എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മളോട് ചോദിക്കാം. അപ്പൊ നമ്മൾ എന്താ പറയാ, നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളത് പറയണം. നമ്മൾ എപ്പോഴും ഏത് ഉത്തരം പറയുമ്പോഴും നേരിട്ട് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം എന്താണ് എടുത്തടിച്ചതുപോലെ പറയാതിരിക്കുക. അതിന് പകരം സ്പെസിഫിക് ടു ജനറൽ ആണ് നമ്മൾ പോകേണ്ടത്. അതായത് നമ്മുടെ അനുഭവങ്ങള്, നമുക്കറിവുള്ള കാര്യങ്ങള് അത് വെച്ചിട്ട് വേണം നമ്മൾ പറയാം. അപ്പൊ അത് പറയുമ്പോഴേക്കും അവർക്ക് അതിൽ നിന്ന് ജനറലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കണം. അവർക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ടത് നമ്മൾ പറയുന്നതിലുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ ഉത്തരം വരേണ്ടത്. അപ്പൊ ഇപ്പോ നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം അല്ലെ. പ്രൈവറ്റ് സ്കൂളുകളിലാകുമ്പോൾ എന്താണ്, അവര് എക്സാം പോർഷൻസ് വളരെ ക്ലീൻ ആയിട്ട് കവർ ചെയ്യും. അത് ശരിയാണ് അല്ലെ, ക്ലീൻ ആയിട്ട് കവർ ചെയ്യുമായിരിക്കും. പക്ഷെ അതല്ലാതെ കുട്ടികളുടെ കാര്യങ്ങളിൽ ഇടപെടാനോ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനോ ആ പ്രശ്ന പരിഹരണം നടത്താനോ അവരോട് ഇണങ്ങാനോ ഉള്ള ഒരു സ്വാതന്ത്ര്യം ഒരു പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചറിന് കൊടുക്കുന്നുണ്ടോ? ഇല്ല. അവിടെയുള്ള പ്രൈവറ്റ് അതോറിറ്റി, സ്കൂൾ അതോറിറ്റി അതൊന്നും കൊടുക്കുന്നില്ല. അവർ ശരിക്കും എന്താണ് ഒരു യന്ത്രങ്ങളെ പോലെയാണ്. ഓക്കെ, ആദ്യമൊക്കെ നമുക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നും, പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്താണ് അവിടെ കാണുന്ന യന്ത്രങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു യന്ത്രമാണ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ മാറിപ്പോകുന്നത്. കുട്ടികളെയും നമുക്ക് ആ രീതിയിലൊന്ന് നോക്കിയാൽ മനസ്സിലാവും. കുട്ടികളും ഒന്നുകിൽ യന്ത്രങ്ങളെ പോലെ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ ചില സ്കൂളുകൾ കുട്ടികൾക്ക് ടീച്ചർമാരോട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, നമ്മളിപ്പോ ഒരു അധ്യാപന ജോലി എന്ന് പറയുമ്പോൾ അല്ലെ മറ്റൊരു ജോലിയെ പോലെയും റെസ്പെക്ട് നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു റെസ്പെക്ട്, സ്നേഹം, കരുണ ഇതൊക്കെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് കിട്ടണം എന്നുള്ള സാധ്യതയില്ല. എല്ലാ സ്കൂളുകളും അങ്ങനെ ആയിരിക്കണമെന്നില്ല, പക്ഷെ പൊതുവെ അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പൊ അത് നമുക്ക് പറയാം, കുട്ടികൾ എന്താണ്, കുട്ടികളും ടീച്ചേഴ്സും അവിടെ യന്ത്രങ്ങളാണ്.
അപ്പൊ എനിക്ക് അങ്ങനെയുള്ള എന്താണ് യന്ത്രങ്ങളെ പോലെ കുട്ടികളെ കാണാനോ എന്നെ കാണാനോ പറ്റില്ല എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ അങ്ങനെയല്ല, കുട്ടികളെ യന്ത്രങ്ങളായിട്ടല്ല കാണുന്നത്. പിന്നെ മതജാതി സ്പർദ്ധയില്ല, സാമ്പത്തികമായിട്ടുള്ള വേർതിരിവൊന്നും ഗവൺമെന്റ് സ്കൂളിലില്ല. പിന്നെ ഭിന്നശേഷി സൗഹൃദമാണ്. നമുക്കിതൊക്കെ നമ്മുടെ എന്താണ് നമ്മൾ ഏതെങ്കിലും സ്കൂളിൽ ഗവൺമെന്റ് സ്കൂളിൽ ഡെയിലി വെച്ച് പോയ ഒരാളാണെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് പറയാം, ഉദാഹരണങ്ങൾ വെച്ചിട്ടൊക്കെ പറയാം. അപ്പോ എന്താണ് അങ്ങനെ ഒരു പിന്നെ മതജാതി സ്പർദ്ധയില്ലാത്ത, സാമ്പത്തിക വേർതിരിവില്ലാത്ത, ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള ഇടം അത് പൊതുവിദ്യാലയമാണ്. അതുകൊണ്ടാണ് ഞാൻ പൊതുവിദ്യാലയത്തിലെ ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയാം. അതായത് നമ്മളോട് രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്ന് പ്രൈവറ്റ് ഗവൺമെന്റ് സ്കൂളുകൾ തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം. അവിടെയും ശരിയായ ചോദ്യം എന്താണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു പൊതുവിദ്യാലയത്തിലെ ടീച്ചർ ആവാൻ, അതായത് ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചർ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്നാണ് ശരിയായ ചോദ്യം അവിടെ വരുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് അത് നിങ്ങളുടെ രീതിയിലേക്കൊക്കെ കണക്ട് ചെയ്ത്, അതുപോലെ നിങ്ങളുടെ ബാല്യകാല അനുഭവങ്ങളുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് പറയാം. അപ്പോ ഇപ്പൊ ചെറുപ്പത്തിലെ എന്താണ് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്, മാനസികമായിട്ട് ചെറിയ പിരിമുറുക്കത്തിലൊക്കെ ഉണ്ടാകുന്നവർക്ക് ആശ്വാസം എന്ന് പറയുന്നത് ഗവൺമെന്റ് സ്കൂൾ തന്നെയാണ്, അല്ലെ? അപ്പോ അങ്ങനെയുള്ള സാമ്പത്തിക പരിമിതികൾ മറികടന്നുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും പഠിച്ചിറങ്ങിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ടീച്ചർമാരാവാൻ, അല്ലെ, അതിനാണ് എനിക്കും താല്പര്യമുള്ളത്. സിമ്പതിക്ക് പകരം എമ്പതി കാണിക്കുന്ന ടീച്ചർമാരുള്ളത് ഗവൺമെന്റ് സ്കൂളിലാണ്. അപ്പൊ അതുപോലെ അവരെ പോലെ ഒരു മാതൃക ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെന്താണ്, പിന്നെ നിങ്ങൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും ഇപ്പൊ ടീച്ചറായിട്ട് പോയിട്ടുണ്ടോ, എന്തെങ്കിലും പിന്നെ പ്രവർത്തനങ്ങളിൽ കുട്ടികളെ ഇതുപോലെ അല്ലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സ്കൂളിൽ ഏതെങ്കിലും കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ? ചിലപ്പോൾ ലബോറട്ടറി കോർഡിനേറ്റർ ആയിരിക്കാം. അങ്ങനെയുള്ള പല ജോലികൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും സൈഡിൽ, അല്ലെ? ഒരു ടീച്ചിങ് സ്റ്റാഫ്, ടീച്ചിങ് ഫാക്കൽറ്റി എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കില്ല ഒരു സ്കൂളിൽ നിങ്ങൾ ഉണ്ടാവുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് ഇതുപോലെ മറ്റേതെങ്കിലും ഒരു ഡ്യൂട്ടി കൂടി ഉണ്ടാവും. അതിനെ കുറിച്ചിട്ട് ആ രീതിയിൽ എന്താണ് വേണമെങ്കിൽ കണക്ട് ചെയ്തിട്ട് അതും പറയാം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ പിന്നെ നിങ്ങളിപ്പോ സ്കൂൾ പ്രോജക്ട്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോളേജിലുള്ള പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം പ്രോജക്റ്റിന്റെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്, പിന്നെ ഈ പ്രോജക്ട് നേരത്തെ നമ്മൾ ചോദിച്ചതന്നെ എന്താണ് UP കുട്ടികൾക്ക് നൽകാൻ പറ്റുമോ, അല്ലെ? പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ സാധ്യമല്ല, അല്ലെ? അതായത് അതിന്റെ പ്രാക്ടിക്കൽ സൈഡ്, ടെക്നിക്കൽ സൈഡ് നമുക്ക് തിയററ്റിക്കൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം എന്നല്ലാതെ ചിലതൊന്നും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം പറയാം. അപ്പൊ ഇപ്പൊ ഞാൻ പറയുന്നത് എന്റെ എന്താണ് അഭിപ്രായത്തിൽ വരുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള ഒരു എന്താണ് അല്ലെ ആലോചിച്ച് പലത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളും അതിനനുസരിച്ചിട്ട് വേണം ഇതിന് വേണ്ടിയിട്ട്, ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ. അതുപോലെ നിങ്ങളിപ്പോ കറന്റ് റാങ്ക് ലിസ്റ്റിൽ എന്തെങ്കിലും ഉള്ള ഒരാളാണെങ്കിൽ അതുമായിട്ട് ബേസ് ചെയ്തിട്ട് ചോദിക്കാം. അതായത് നിലവിൽ എത്ര നിയമനം നടന്നു, ഇനിയിപ്പോ എത്രാമത്തതിൽ കിട്ടാൻ സാധ്യതയുണ്ട്, എത്രാമത്തെ ടേൺ കഴിഞ്ഞു, അതിനു വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടോ, എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഇതുവരെ നടത്തി, ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ തവണത്തെ ഇന്റർവ്യൂല് ചിലപ്പോ നമ്മളോട് ചോദിക്കാം ഡെമോ ടോപ്പിക് ഏതായിരുന്നു എന്നുള്ള രീതിയിൽ, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പൊ ഇതൊക്കെ ചോദിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കയറാൻ പോകുന്ന ആ ഒരു ജോലി, ഓക്കെ, ആ ഒരു ജോലിയെ കുറിച്ചിട്ട് നമ്മൾ എത്രത്തോളം ബോധവാന്മാരാണ് എന്നാണ് ഈ ചോദ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതുപോലെ നമ്മുടെ ഒക്യുപ്പേഷൻ ഓഫ് ബ്ലഡ് റിലേറ്റീവ്സ്, അല്ലെ, അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടും എന്തെങ്കിലും പ്രധാനപ്പെട്ട ദിനങ്ങളുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് ചോദിക്കാം, വനിതാ ദിനമായിട്ട് കണക്ട് ചെയ്തിട്ട് ചോദിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇപ്പൊ ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിന്റെ ജോലി സംബന്ധമായിട്ട് ആ ഒരു രീതിയിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ ഹോബി റിലേറ്റഡ്, ഇന്റർവ്യൂ ബോർഡിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചോദ്യം ഈ ഹോബി റിലേറ്റഡ് ആണ്. നിങ്ങൾ ഒരു പാട്ടുകാരനാണെങ്കിൽ നിങ്ങൾക്ക് പാട്ട് ആസ്വദിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് ഒരു പാട്ട് അല്ലെങ്കിൽ കവിത പാടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ അതിന് പ്രിപ്പയർ ആയിട്ട് വേണം പോവാൻ. ഇനി നിങ്ങൾ പാട്ട് പാടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡാൻസർ എന്ന് പറയാം എന്ന് വിചാരിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് അവിടുന്ന് ഡാൻസ് ചെയ്യിപ്പിക്കാൻ സാധ്യതയൊന്നുമില്ല. പക്ഷേ ഡാൻസിന്റെ നിങ്ങൾ എന്താണോ പഠിച്ചത്, കുച്ചിപ്പുടി, ഭരതനാട്യം എന്തായിക്കോട്ടെ, അപ്പോ അതിന്റെ ടെക്നിക്കൽ സൈഡ്, ശാസ്ത്രീയ വശം നിങ്ങളോട് ചോദിക്കാനുള്ള സാധ്യതയില്ലേ? ഉറപ്പായിട്ടും ആ ഒരു സാധ്യത നിങ്ങൾക്ക് മുന്നിൽ കാണാം. പിന്നെ എന്താണ് ഈ പാട്ട് പാടുകയാണെങ്കിൽ ചിലപ്പോൾ ഗായകരെ കുറിച്ച് ചോദിക്കാം, ഈ അടുത്ത് അന്തരിച്ച ഗായകരെ അല്ലെങ്കിൽ കലാപ്രവർത്തകരെ കുറിച്ച് ചോദിക്കാം, ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചോദിക്കാം. ഇനി ഇതൊക്കെ പോട്ടെ, എനിക്ക് പാചകം ചെയ്യുന്നതാണ് ഇഷ്ടം എന്നാണ് പറയുന്നതെങ്കിൽ അതിൽ നിങ്ങൾ പെട്ടുപോകും. കാരണം ഏത് ഇന്ധനം ഉപയോഗിക്കുന്നതാണ് നല്ലത്, ഇന്ധനം എന്താണ്, ഫോസിൽ ഇന്ധനം എന്താണ്, മൈക്രോവേവ് ഉപയോഗിക്കുന്ന സമയത്ത് ഓവൻ ഉപയോഗിക്കുമ്പോൾ അവിടെ എന്താണ് അതിന്റെ തത്വം എന്താണ് എന്നുള്ള രീതിയിലൊക്കെ ഡീപ്പായിട്ട് ഫിസിക്സ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങൾ ഏത് ഹോബി തിരഞ്ഞെടുക്കുമ്പോഴും ശ്രദ്ധിച്ചെടുക്കണം. ആ ഹോബി റിലേറ്റ് ചെയ്തിട്ട് ഈ രീതിയിൽ കണക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാനും, പിന്നെ നമ്മൾ എന്താണ് ടോപ്പിക്കിൽ അല്ലെങ്കിൽ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ സ്കൂൾ വിഷയങ്ങളിലേക്ക്, ക്ലാസ് എടുക്കുന്ന വിഷയങ്ങളിലേക്ക് അത് ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത നിങ്ങൾ മുന്നിൽ കാണണം. പിന്നെയുള്ളത് ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത്, നിങ്ങൾ ഒരു കവിത എഴുതുന്ന ആളാണെങ്കിൽ നിങ്ങൾ മുന്നേ എഴുതിയ കവിതാ ശകലം ചോദിക്കാം.
നിങ്ങൾ നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്, പുസ്തകം എഴുതുന്ന ഒരാളാണ്, എന്തെങ്കിലും അങ്ങനെയുള്ള പ്രാസംഗികനാണ്, സ്കൂളുകളിൽ കോളേജുകളിൽ ഇങ്ങനെയുള്ള ചില മത്സരങ്ങളിലൊക്കെ സമ്മാനം വാങ്ങിക്കൂട്ടിയ ഒരാളാണ്. അപ്പൊ നിങ്ങളോട് ആ രീതിയിൽ ചോദിക്കാം. ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ, അവരുടെ കൃതികൾ, അവർക്ക് എന്തൊക്കെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, അങ്ങനെയുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ വോളണ്ടിയറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ കോളേജിൽ NCC, സ്കൗട്ട്, ഗൈഡ് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്തൊക്കെ വോളണ്ടിയർ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ഏതിലൊക്കെ അംഗമായിരുന്നോ, അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പിന്നെയുള്ളത് ആസ്പിറേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ മോട്ടിവേറ്റേഴ്സ് ആരാണ്? നിങ്ങൾ ആരുടെ പ്രേരണയിൽ അല്ലെങ്കിൽ ആരെ കണ്ടുകൊണ്ടാണ് ഈ ഒരു പിന്നെ പൊതു വിദ്യാലയത്തിലെ അധ്യാപകനാവാൻ അല്ലെങ്കിൽ അധ്യാപികയാവാൻ വേണ്ടി ശ്രമിക്കുന്നത്? അപ്പൊ ആ വ്യക്തിയെ കുറിച്ച് ചോദിക്കാം. ആ വ്യക്തിയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അവരെങ്ങനെയാണ് ഇൻസ്പിറേഷൻ ആവുന്നത്? വേറെ ആൾക്കാരില്ലേ? എന്തുകൊണ്ട് അവര് തന്നെ, അവർക്ക് എന്താണ് പ്രത്യേകതകൾ കണ്ടത്? അങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ പിന്നെ ആംബിഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നത്? ഈ ഒരു ചോദ്യം നമ്മളോട് പ്രതീക്ഷിക്കാം. വേറെ കുറെ PSC എക്സാംസ് ഉണ്ടല്ലോ, നിങ്ങൾ അത് എഴുതാറുണ്ടോ? നിങ്ങൾ ഇതിനെയാണോ ഫോക്കസ് ചെയ്യുന്നത്? ഇപ്പോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു ജോലി ആഗ്രഹിച്ചു വന്നിരിക്കുന്നത്? നിങ്ങൾ വേറെ എക്സാംസ് എഴുതുന്നവരായിരിക്കും. ആ റാങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാം. അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയാം, ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ട്, അപ്പൊ അത് നല്ലതല്ലേ, ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ചെയ്യുന്നതല്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ ടീച്ചിങ് എക്സാംസ് മാത്രം എഴുതുന്ന ഒരാളാണെങ്കിൽ അത് അത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പറയാം, ഞാൻ ഈ ഒരു എക്സാം മാത്രമേ എഴുതാറുള്ളൂ, കാരണം എനിക്ക് ടീച്ചർ ആവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മളോട് ചോദിക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ്, എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് കുട്ടികളെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, എന്താണ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. വിദ്യ കൊടുക്കുന്ന നല്ലതല്ലേ, അല്ലെ, വിദ്യ പകർന്നു കൊടുക്കുന്ന നല്ലതല്ലേ, വിദ്യാധനം അല്ലേ സർവ്വധനാൽ പ്രധാനം എന്നൊക്കെ പുറത്തുവിട്ട് പറയാതിരിക്കുക. അപ്പൊ അതൊക്കെ എന്താണ്, അതിനോടൊന്നും ഒരു കാര്യമില്ല, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അതല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് സ്പെസിഫിക് ആയിട്ട് നമ്മുടെ എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു ടീച്ചറെ കുറിച്ചിട്ട്, നിങ്ങൾ പഠിച്ച ഇഷ്ടപ്പെട്ട വിഷയം, അത് ആ ടീച്ചർ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ടീച്ചർ എങ്ങനെയാണ് കുട്ടികളോട് ഇടപഴകുന്നത്, അപ്പൊ അത് അവരെ മാതൃകയാക്കിയത് എങ്ങനെയാണ് എന്നുള്ളത്, അതിന്റെ കാര്യകാരണങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇതിലേക്ക് എത്താൻ. എനിക്ക് അവരെ പോലെ ഒരു ടീച്ചർ ആവാനാണ് ആഗ്രഹം എന്നുള്ളത്. ഇപ്പൊ എന്റെ കേസിൽ അതുപോലെ തന്നെയാണ്. ഞാനൊരു 7ാം ക്ലാസ് വരെ തട്ടുമുട്ടി പോയിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ 8ാം ക്ലാസ് ആയപ്പോൾ എന്റെ ബയോളജി ടീച്ചർ ഉണ്ട്, ശോഭ എന്ന് പറഞ്ഞിട്ട്, കുറച്ച് പ്രായമുള്ള ടീച്ചറാണ്. പക്ഷെ എനിക്ക് ഭയങ്കര കൂടുതൽ അടുത്തുപോയി. ടീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ രീതിയിൽ പിന്നെ മറ്റു ടീച്ചേഴ്സ് എന്ത് ചെയ്യും, ഫ്രണ്ട് ബെഞ്ചിലുള്ള കുട്ടികളെ മാത്രമേ നോക്കൂ. പക്ഷെ ഈ ടീച്ചർ എങ്ങനെയല്ല, നമ്മളൊക്കെ എവിടെ ഇരുന്നാലും, ആരൊക്കെ എവിടെ ഇരുന്നാലും എല്ലാ കുട്ടികളിലേക്കും എത്തുന്നുണ്ട്. എല്ലാ കുട്ടികളെ ഒരുപോലെ പരിഗണിക്കുന്ന ഒരു ടീച്ചറാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ചെറിയ ചെറിയ പിച്ചലും ഉള്ളിലൊക്കെ കിട്ടും നമുക്ക്. പക്ഷെ എന്തെങ്കിലും ആ കുട്ടികൾ എന്ത് ചെയ്യും, ടീച്ചർ സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോകും. ഒരു ഗ്രൗണ്ടൊക്കെ കടന്നിട്ട് വേണം പോവാൻ. അപ്പോ ആ സ്റ്റാഫ് റൂമിൽ എത്തുന്നവരെ അവരോട് സംസാരിച്ച് അവർക്ക് എന്താ ബുദ്ധിമുട്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ടീച്ചർ പോകുന്നത്. അപ്പോ അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ ഒന്ന് പരിഗണിക്കുന്ന ഒരു ടീച്ചർ ആയതുകൊണ്ടാണ് എനിക്ക് അവരെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ അവർ എടുക്കുന്ന സബ്ജക്റ്റിനെ ഞാൻ വളരെ ഇഷ്ടപ്പെട്ടത് ആ ഒരു രീതിയിലാണ്. അപ്പൊ എനിക്ക് ഏതെങ്കിലും ടീച്ചർ ആവണ്ട, അവരെ പോലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ടീച്ചറായാൽ മതി. അങ്ങനെ ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് അങ്ങനെ ഒരു ഉദാഹരണം പറയാൻ ഏതെങ്കിലും ഒരു ടീച്ചർ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിൽ ടീച്ച് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട്, അവരൊരു മാതൃകയാക്കണമെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ബയോഡാറ്റ റിലേറ്റഡ് ആയിട്ട് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. അപ്പൊ ഞാനിങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പൊ ചിലർക്ക് നേരിട്ട് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ മോഡിൽ പഠിക്കുന്നവരുണ്ടാവാം. പക്ഷെ എന്റെ പഠന രീതി ഇതാണ്. കാരണം നമുക്ക് കഴിഞ്ഞ തവണയൊക്കെ ബയോഡാറ്റ റിലേറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അത് തന്നെ ചോദിക്കണം എന്നൊന്നുമില്ല, പക്ഷെ അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളോട് എന്താ ചോദിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ആയിട്ട് പോകുന്നത്, അല്ലെ. ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യാം, അപ്പൊ ഞാൻ എന്ത് പറയും, അവിടുന്ന് ആലോചിച്ച് സമയം കളയാതെ എന്ത് പറയണം എന്നുള്ള ആ ഒരു ധാരണ വരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ ഷെയർ ചെയ്തതാണ് ബയോഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.